ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് അധികം മുഖവരയൊന്നും വേണ്ടാത്ത സ്കെച്ചേഴ്സിന്റെ ലോസ് ഏഞ്ചൽ ഷൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾസോ നോൺ ആസ് സ്കെച്ചേഴ്സ് യൂണോ ട്രെയിനേഴ്സ്. സംഭവം എന്താ നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. റോബർട്ട് ഗ്രീൻബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ സായിപ്പ് 1992 തുടങ്ങിയ ഒരു ഷൂ ബ്രാൻഡാണ് സ്കെച്ചേഴ്സ്. ചുമ്മാ ചാടിക്കയറി തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ല കേട്ടോ. ഏതാണ്ട് 80s മുതൽക്ക് തന്നെ അദ്ദേഹം അന്നും ഇന്നും വളരെ ഫേമസ് ആയ ഡോക്ടർ മാർട്ടിൻ ബൂട്ട്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. തുടക്കകാലത്ത് തന്നെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഷൂസ് നിർമ്മിച്ചതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽസ് ഒക്കെ ആയിട്ട് സ്കെച്ചേഴ്സ് തുടർന്നു പോന്നു. 2000ന്റെ ഒരു തുടക്കകാലമൊക്കെ ആയപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്ന സങ്കല്പമൊക്കെ ഇങ്ങനെ മാറി വരുന്ന ഒരു സമയത്ത് കംഫോർട്ടബിൾ ആണെങ്കിൽ പോലും നല്ല തിക്കായിട്ടുള്ള സോളൊക്കെയുള്ള ഈ ഷൂസ് യൂത്തിന്റെ ഇടയിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല. ചങ്കി ഷൂസ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് മാറ്റി നിർത്തി. അവര് ഡാഡ് ഷൂസ് എന്നൊക്കെ ഒരു ഓമന പേരിട്ടൊക്കെ ഇതിനെ വിളിച്ചെങ്കിലും സ്കെച്ചേഴ്സ് അതിനെ വളരെ പോസിറ്റീവായിട്ട് രീതിയിൽ മാർക്കറ്റ് ചെയ്തു പോന്നു. കംഫോർട്ടബിൾ ഷൂസിന്റെ കാറ്റഗറിയിൽ അവരൊരു ഐഡന്റിറ്റി തന്നെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സ്കെച്ചേഴ്സിന്റെ കാര്യത്തിൽ എല്ലാം അത്ര സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല കേട്ടോ. 2000ന്റെ ഒരു തുടക്കകാലമൊക്കെ ആയപ്പം അവരൊരു പുതിയ ഷൂ ലൈനപ്പ് ലോഞ്ച് ചെയ്തു. ഷേപ്പ് അപ്പ്, ഒരു കെയർഡ് ബോട്ടം ഒക്കെ ആയിട്ട് ഒരു ഫണ്ണി ലുക്കിംഗ് ഷൂസ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയും, കൂടുതൽ നടക്കാൻ സാധിക്കും, പോസ്റ്റർ ശരിയാവും എന്നൊക്കെ അവരെ അഡ്വർടൈസ് ചെയ്തു. റെഡ് ബുൾ ഗീവ്സ് വിങ്സ് പാളിതുപോലെ തന്നെ ഇതും ചെറുതായിട്ടൊന്ന് പാളി. ഇതിനൊരു വ്യക്തമായ ഒരു സയന്റിഫിക് പ്രൂഫോ ഒരു ക്ലിനിക്കൽ ടെസ്റ്റിങ്ങോ ഒന്നുമില്ലാതെയാണ് ഇവർ വണ്ണം കുറയുമെന്നൊക്കെ അഡ്വർടൈസ് ചെയ്തത്. അതുകൂടാണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത ആളുകൾക്ക് ജോയിന്റ് പെയിന്, ആംഗിൾ പെയിന്, ബാലൻസ് ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തതോടുകൂടി പരിപാടി മൊത്തത്തിൽ പാളി. പിന്നീട് 2012 ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഫോൾസ് അഡ്വർടൈസ്മെന്റിന് സ്കെച്ചേഴ്സിന് ഒരു 40 മില്യന്റെ പണിയും കൊടുത്തു. അതുവരെ ഈ ഷേപ്പ് അപ്പ് ഷൂ മേടിച്ച എല്ലാവർക്കും ഫുൾ പൈസ സ്കെച്ചേഴ്സ് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അവർ ഈ ഷേപ്പ് അപ്പ് ഷൂ സെഗ്മെന്റ് അതോടുകൂടി അടച്ചുപൂട്ടിയൊന്നുമില്ല കേട്ടോ. അഡ്വർടൈസ്മെന്റിന്റെ രീതി അങ്ങ് മാറ്റി. ഒരു കംഫോർട്ടബിൾ ഷൂസ്, ഫിറ്റ്നസ് ഷൂസ് എന്നൊക്കെ അവരങ്ങനെ മാർക്കറ്റ് ചെയ്തു പോന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും കംഫോർട്ടബിൾ ഷൂസ് എന്നൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സ്കെച്ചേഴ്സിന്റെ തട്ട് താണ് തന്നെയിരിക്കും. നൈക്കി, അഡിഡാസ് കഴിഞ്ഞാൽ US-ലെ 3rd ലാർജസ്റ്റ് ഫുട്വെയർ ബ്രാൻഡാണ് സ്കെച്ചേഴ്സ്. വർഷം തോറും വേൾഡ് വൈഡായി ഏതാണ്ട് 170 മില്യൺ പെയർസ് ഓഫ് ഷൂസ് ആണ് ഇവരിന്ന് വിറ്റുപോരുന്നത്. അപ്പോൾ തള്ളു സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഷൂസിന്റെ റിവ്യൂയിലേക്ക് വരാം. ഇതുവരെ പറഞ്ഞ സ്കെച്ചേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു ഷൂസാണിത്. അത്ര കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസ് ആയിട്ട് എനിക്കിത് തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു ഫോർമൽ ഷൂസ് ധരിച്ച് നടക്കുന്ന പോലെയാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തത്. നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള പല സ്കെച്ചേഴ്സിന്റെ സ്പോർട്സ് ഷൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു ഷൂസ് അല്ല കേട്ടോ. ഇതൊരു സ്ട്രീറ്റ് വെയർ, ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ചങ്കി ഷൂസ്, ഡാഡ് ഷൂസ് കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു ഷൂസാണ്. ഇതിന്റെ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഒരു നോൺ മാർക്കിംഗ് ഔട്ട്സോൾ പോലെ തോന്നിക്കുന്ന ഒരു റബ്ബർ ഔട്ട്സോൾ ആണ് വരുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത കുഷനിങ് തരുന്ന ഒരു മിഡ് സോള്, പിന്നെ ഒരു സിന്തറ്റിക് അപ്പറുമാണ്. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്, നല്ലപോലെ കാറ്റൊക്കെ കയറുന്ന ഒരു അപ്പറാണ്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർമൽ ഷൂസിന്റെ ഒരു സ്റ്റിഫ്നെസ് ഇതിന് ഉണ്ട്. ചിലപ്പോൾ അത് എൻ്റെ കാലിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം, എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. ഇത്രയൊക്കെയാണ് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഉള്ളത്. പിന്നെ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബേസിക് ലേസിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ ആർഭാടോ മത്താപ്പോ ഒന്നും ഇല്ലാത്തൊരു ഷൂസ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതലത്ര വർണ്ണിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് വിലയും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. സ്കെച്ചേഴ്സ് ലോസ് ഏഞ്ചൽ ഷൂസിന്റെ വില ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് 65 പൗണ്ട്സ്, അതായത് ഏകദേശം 6500 രൂപ. അപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.